ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ അപ്പോൾ ഇന്ന് ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഫോറക്സ് ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്ത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റ് ചാർട്ട്. സോ നമ്മൾ റിസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എപ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ, മാർക്കറ്റ് ടോട്ടൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ചാർട്ടിൽ നമുക്കറിയാം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സൈഡ് വൈസ്, ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോട്ടം ലെവൽ ബ്രേക്ക് ഡൗൺ നടത്തി, അപ്പ് സൈഡ് ബ്രേക്ക് ഔട്ട് നടത്തി, താഴോട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പ് സൈഡും ഡൗൺ സൈഡും ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ. സോ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ബോട്ടം ലെവലിലാണുള്ളത്. സോ നെക്സ്റ്റ് പോസിബിൾ മൂവ്മെൻറ്റ് എവിടെയാണ് നമുക്കറിയാം, അപ്പ് സൈഡിലോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഫണ്ടഡ് പ്രോ ഫേം ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണ് ഒരു US ബേസ്ഡ് പ്രോ ഫേം ആണ്. ഇവിടെ ഫ്യൂച്ചേഴ്സ് മാത്രമേ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ മൾട്ടിപ്പിൾ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് ഇതിലാണ് ട്രേഡ് എടുക്കുന്നത്. ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മൈക്രോ ഗോൾഡ് ഫ്യൂച്ചേഴ്സിലാണ് 3 ലോട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റൈറ്റ്, സോ നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നു ഗോൾഡ്, ദെൻ അഗെയിൻ മാർക്കറ്റിൽ ഇമീഡിയറ്റ്ലി റിക്കവറി കാണാൻ വേണ്ടി പറ്റും. സോ അവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അപ്സൈഡ് ആണ്. ഓക്കെ, ഇനി എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത് ഇന്നത്തെ ഡേ ലോ ആണ്. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്. ആൻഡ് ടാർഗറ്റ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഹൈ റിസ്ക് റിവാർഡുള്ള ട്രേഡുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു റേഞ്ചിൻ്റെ ടോപ്പ് ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, ഇവിടെ നമുക്ക് കുറച്ച് റെസിസ്റ്റൻസ് ലെവൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ അടുത്ത് വരെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനെയാണ് ഫോറക്സ് ട്രേഡുകൾ ചെയ്യുന്നത്. നല്ല അതായത് നല്ല ഹൈ റിസ്ക് റിവാർഡുള്ള ട്രേഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. അതും ഞാനിപ്പോൾ എല്ലാ ദിവസങ്ങളൊന്നും ട്രേഡ് കൺസിഡർ ചെയ്യാറില്ല. റൈറ്റ്, അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണ്. സോ സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 3 ലോട്ട്. ദെൻ ടാർഗറ്റ്. സോ ടാർഗറ്റ് നമുക്ക് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറച്ച് റെസിസ്റ്റൻസ് ലെവൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് വരെ നമുക്ക് ഉണ്ട്. ഇൻ കേസ് ഇവിടെ നിന്ന് അപ്സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു പോയിന്റ് വരെ നമുക്ക് ടാർഗറ്റ് നമുക്ക് വെക്കാം. ഇവിടെയാണ് എൻ്റെ ഇനീഷ്യൽ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്, ഈ ഒരു പോയിന്റ്. അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുവാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. നോക്കാം എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് എൻ്റെ പ്ലാൻ, അതായത് ഇത് ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിരിക്കുന്നത്. പിന്നെ ഫോറക്സ് ആണ്, നമുക്കിപ്പോൾ എത്ര സമയം എടുക്കുന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഞാനെപ്പോഴും ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ സ്ക്രീനിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. മാക്സിമം ഒരു 3 അവർ 3 മണിക്കൂറൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. അതിൽ കൂടുതൽ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പം ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് മെയിനായിട്ട് ഞാൻ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫണ്ടിങ് പിപ്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ ഇതിൽ ഞാൻ നോർമലി ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് പിന്നെ ടോപ്പ് സ്റ്റെപ്പ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അതൊരു US ബേസ്ഡ് ആണ്. അപ്പം ഫണ്ടിങ് ടിപ്സിൽ ഞാൻ ഫോറക്സ് സ്പോട്ടുകൾ, കറൻസി പെയർസിലെ സ്പോട്ടുകളിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ടോപ്പ് സ്റ്റെപ്പിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫ്യൂച്ചർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. മന്ത്ലി നമുക്ക് 4,000 പിന്നെ നമുക്ക് ഫണ്ടഡ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13,000 കൊടുക്കണം. പിന്നെ ഇതൊരു US ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടിലും മാറി മാറി ട്രേഡുകൾ എടുക്കാറുണ്ട്. എല്ലാ ദിവസങ്ങളിലൊന്നും ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യില്ല. എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ രണ്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ടോപ്പ് സ്റ്റെപ്പിനെ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം നമ്മൾ ഗോൾഡിൽ എടുത്തിട്ട് കുറച്ച് സമയമായി. അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ USDയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. റൈറ്റ്, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്തുകൊണ്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡൗൺ സൈഡ്, അതായത് ഒരു ലോവർ ഹൈ ഫോർമേഷൻ വന്ന് ഇവിടെ നിന്ന് ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഡെഫിനറ്റ്ലി സസ്റ്റെയിൻ ചെയ്യും. ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ടാണ്. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്
ഞാനൊന്ന് പഴയ ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഹൈലി ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ഹൈലി ബുള്ളിഷ് ആണ് മാർക്കറ്റ് ഉള്ളത്. ആൻഡ് ഇപ്പോൾ ഏകദേശം ഈ ഒരു ബോട്ടം ലെവലിലാണ് ഉള്ളത്. സോ നോർമലി ഇവിടുന്ന് റൈറ്റ് ഞാൻ ആദ്യം ട്രേഡ് എടുക്കുക, എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ ഇപ്പോഴെടുത്തില്ല പിന്നെ മിസ് ചെയ്ത് പോകും. റൈറ്റ്, അപ്പോൾ ഞാൻ യൂറോ USD ഞാനിവിടെ ട്രേഡ് കൺസിഡർ ചെയ്യുവാണ്. ഗോൾഡിൻ്റെ പൊസിഷൻ ഓൾറെഡി റണ്ണിങ്ങിലാണ്. റൈറ്റ്, അപ്പോൾ ഞാനിവിടെ ഒരു 3 ലോട്ട് തന്നെ ബൈ ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് എന്താണ് ഇവിടെ കൺസിസ്റ്റൻസി റൂൾസ് ഉണ്ട്. അതായത് നമുക്ക് ഡെയിലി പ്രോഫിറ്റ്, വലിയ പ്രോഫിറ്റ് ആകാൻ പാടില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എൻ്റെ മൈൻഡിലുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തത്. ഓക്കെ, എനിവേ എൻ്റെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു മൊമെൻറ്റം ബേസ്ഡ് ട്രേഡിംഗ് ആണെന്ന് പറയാം. ഇപ്പം ഞാൻ നേരത്തെ എടുത്ത ഗോൾഡിൽ പോലുള്ളൊരു ട്രേഡിംഗ് അല്ല. ഞാനത് ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ പ്രോഫിറ്റ് എടുത്തോ ഇല്ലയോ എന്നല്ലല്ലോ വിഷയം. അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുന്ന് ഒരു സ്ട്രോങ് മൊമെൻറ്റം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസത്തിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലേ? എല്ലാവർക്കും പറയാൻ വേണ്ടി പറ്റും ഇതൊരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻറ്റ് ആണ്. ആ ഒരു മൂവ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ ആരാണ് സ്ട്രോങ്? ബയർ അല്ലേ? ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തുന്നത്. സോ ബയേഴ്സ് സ്ട്രോങ് ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. റൈറ്റ്, ദെൻ ഇപ്പം അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ബയേഴ്സ് വന്നു. പിന്നെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എഗെയിൻ ആ ഒരു സപ്പോർട്ട് ലെവലാണ്, സ്ലൈറ്റ്ലി ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ഔട്ട് ഡൗൺ നടത്തി, പക്ഷേ എഗെയിൻ സസ്റ്റെയിൻ ചെയ്ത് ഒരു W പാറ്റേൺ എന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവൽ ഇങ്ങനെയുള്ള പാറ്റേൺസ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്ന സമയത്ത് എഗെയിൻ ആരാണ് വരിക? ഫ്രഷ് ബയേഴ്സ്. ഫ്രഷ് ബയേഴ്സ് ആരാണ്? ഞാനൊരു ഫ്രഷ് ബയറാണ്. എൻ്റെ അതേ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എൻ്റെ അതേ കൺവിക്ഷനുള്ള ബയേഴ്സ് അഗ്രസീവിൽ വരുന്ന സമയത്ത് കംപ്ലീറ്റ് മുകളിലോട്ട്, അത് മുകളിലോട്ട് പോകുന്ന ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു പ്രോബബിലിറ്റി ആണ്, അങ്ങനെ ഒന്നും സംഭവിക്കുന്നതല്ല. പക്ഷേ ഇൻ കേസ് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ അതുകൊണ്ടാണ് ബ്രേക്ക് ഔട്ടിനൊന്നും കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം സൈക്കോളജിയാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ലെവലിൽ എന്തായാലും ബയേഴ്സ് അഗ്രസീവ് വരും. കാരണം ഈ ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തി, ഞാൻ ബ്രേക്ക് ഔട്ടിന് മുമ്പേ എടുത്തു. ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് എഗെയിൻ അഗ്രസീവ്ലി ബയേഴ്സ് വരും, പറയുന്ന സ്കാൾപ്പേഴ്സ് വരും, ഇൻട്രാഡേ ട്രേഡേഴ്സ് എല്ലാം മാർക്കറ്റിൽ വരും. മറ്റേ സെയിം ടൈമിൽ ഓൾറെഡി താഴോട്ട് സെല്ല് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ പൊസിഷൻ സ്റ്റോർ ഓഫ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ് ആവാം സെല്ലോട്ട് മൂവ്മെന്റ് നടക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞിട്ട് ഒരു മൊമെൻറ്റം ബേസ്ഡ് ട്രേഡിംഗ് ആണ്. ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ കൊടുക്കുക. പക്ഷേ അവർ മൊമെൻറ്റം കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അറ്റ് സെയിം ടൈമിൽ വലിയ പോയിന്റ് എന്തായാലും ക്യാപ്ചർ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി റൂൾസ് ഉണ്ട്. നമുക്കൊരു ദിവസം ഒരു നിശ്ചിത എമൗണ്ടിന് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ. അത് അവരുടെ റൂൾസ് ആണ്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് റൂൾ വയലേഷൻ ആവും. പിന്നെ വീണ്ടും ഇന്ന് ട്രേഡ് എടുത്ത് വെറുതെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗോൾഡും പ്രോഫിറ്റിലാണുള്ളത്. സോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. കണ്ടില്ലേ യൂറോ USD എന്ത് വളരെ സ്ട്രോങ് മൂവ്മെൻ്റ് ആണ്. ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ട്രേഡ് ഞാൻ എടുത്തത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് പ്രോഫിറ്റ് രണ്ടിങ്ങിലാണ്, നിയർലി 400+ ഗോൾഡും പ്രോഫിറ്റിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൺസിസ്റ്റൻസി റൂൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുകയാണ്. കാരണം ഒരു ദിവസത്തിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോർ മീ ഇറ്റ്സ് ഇനഫ്. ഞാനൊരു മൊമെൻറ്റം ട്രേഡ് തന്നെയാണ് പ്ലാൻ ചെയ്തത്. എൻ്റെ ഒരു ഹൈ റിസ്ക് റിവാർഡ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇവിടുന്ന് എൻ്റെ പ്രോഫിറ്റ് ചെയ്യുവാണ്. എക്സിറ്റഡ് നിയർലി 450 സംതിങ്. ഓക്കെ, എനിവേ പിന്നെ ഇനി നമുക്ക് പൊസിഷനിലുള്ളത് ഗോൾഡാണ്. ഗോൾഡിൽ ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ജസ്റ്റ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഒരു 1 hour 2 hour വെയിറ്റ് ചെയ്ത് നിൽക്കും. അറ്റ് സെയിം ടൈമിൽ ഗോൾഡിൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. നേരത്തെ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി റൂൾ, ഞാൻ ഇതിന് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് ആവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ട്രേഡ് വെറുതെ എടുത്തതുപോലെ. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഞാൻ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാനത് ബുക്ക് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ഗോൾഡിലെ പൊസിഷൻ നിയർലി ഇപ്പോൾ ഒരു $200 അടുത്ത് പ്രോഫിറ്റ് ആണ്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ജസ്റ്റ് ഞാനൊന്ന് മോഡിഫൈ ചെയ്തിരുന്നു. ഒരുപാട് നേരമായി ഞാൻ സ്ക്രീനിൻ്റെ മുമ്പിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത്, നമ്മൾ എന്താണോ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് പറഞ്ഞത്, അതുപോലെയുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു റേഞ്ച് മാർക്ക് ചെയ്തു. റേഞ്ചിൻ്റെ ബോട്ടം ലെവലിലാണ് നമ്മൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പോസിബിൾ മൂവ്മെൻറ്റ് അപ്സൈഡിലോട്ടാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് ട്രേഡ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുപോലുള്ള മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പേഴ്സണലി ഇപ്പം ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല. സമയമായി, ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു. 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫോറക്സിലെ ട്രേഡുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത്.
റൈറ്റ്. ഒരു ദിവസം മേ ബി ഞാൻ ആക്റ്റീവ് ആവുന്ന ദിവസം, ഞാൻ എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറില്ല. ആക്റ്റീവ് ആവുന്ന ദിവസങ്ങളിൽ ആ ഒരു ഫുൾ എനർജിയോടെ ഒരു ദിവസം 1 2 3 ട്രേഡുകൾ ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ സെയിം കാര്യം തന്നെ. ഇപ്പം ഞാനിപ്പം ആദ്യം ഒരു ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ഞാൻ വാച്ച് ചെയ്യും. ഞാനത് സ്ക്രീൻ മാറിപ്പോകില്ല. ഞാൻ എപ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. അത് മുൻപേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് കറൻസി പെയർസ്, അതായത് യൂറോ, USD-ലോ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ, എന്തെങ്കിലും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞാൻ അവിടെയും ട്രേഡ് കൺസിഡർ ചെയ്യും. കാരണം ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും ഞാൻ സ്ക്രീനിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന സമയം. അപ്പം ആ ഒരു ടൈം ഞാൻ ലിമിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. മാക്സിമം ഒരു 3 മണിക്കൂർ, അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. അത്ര എനിക്ക് ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, ആൻഡ് ഫോറക്സ് ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാൻ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. നിയർലി ഒരു 200 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ കൊടുത്ത ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ക്യാൻസൽ ചെയ്യണം. ഇല്ലെങ്കിൽ അത് അവിടെ പെൻഡിങ് ഓർഡർ ആയിട്ട് കിടക്കും. മാർക്കറ്റ് എപ്പോഴാണ് അവിടെ വരുന്നത് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പം ഞാൻ ക്യാൻസൽ ചെയ്തു. നമ്മുടെ പൊസിഷൻ ഒന്ന് ക്യാൻസൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ.